വികസനത്തെക്കുറിച്ച് നമുക്കുള്ളത് വളരെ കാലഹരണപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. ആത്യന്തികമായ വികസനം ആർക്ക് വേണ്ടിയിട്ടാണ്? മനുഷ്യർക്ക് അവരുടെ ജീവിത നിലവാരത്തിൽ ഉണ്ടാകേണ്ട സമഗ്രമായ മാറ്റമാണ് വികസനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് MLA ആയ ഉടനെ പറവൂരിൽ നിന്നും പെട്ടെന്ന് എറണാകുളത്ത് എത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു റോഡ് പ്ലാൻ ചെയ്തു, ഒരു പാലം, ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമമായി ബന്ധപ്പെടുത്തുക. അപ്പം എൻ്റെ ഉദ്ദേശം 20 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് പറവൂരിൽ നിന്ന് എറണാകുളത്ത് എത്താൻ കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകളുണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടെ നല്ല വിദ്യാലയങ്ങൾ കിട്ടും, നല്ല കലാലയങ്ങളിൽ പോയി പഠിക്കാം. അപ്പോൾ സിറ്റിയിലല്ല ജീവിക്കുന്നത്, പക്ഷെ സിറ്റിയിലേക്ക് 20-25 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഈ വലിയ റിയൽ എസ്റ്റേറ്റുകാർ വന്ന് ഓരോ സെന്റ് ഭൂമിയും വലിയ വില കൊടുത്ത് ഇവരെന്ന് വാങ്ങിക്കൂട്ടിയാണ് ഈ പാവങ്ങളുടെ കയ്യിൽ. പിന്നെ ഞങ്ങൾ വലിയ ക്യാമ്പയിൻ നടത്തി. അവരെല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് കോട്ടയത്തു നിന്നും കൊച്ചിയിൽ നിന്നും കുറെ റിയൽ എസ്റ്റേറ്റുകാർ വന്ന് അവിടെ കുറെ ബംഗ്ലാവുകളും കുറെ ഓഫീസുകളും കുറെ വില്ലകളും പണി കഴിപ്പിച്ചിട്ട് മാനം മുട്ടുന്ന കൊട്ടാരങ്ങൾ പണിതാൽ അത് വികസനമാവുമോ? അതാവൂല. ഞാൻ ഉദ്ദേശിച്ചത് അവിടെയുള്ള പാവങ്ങളുടെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാക്കുന്ന സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒന്നാകണം വികസനം എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ്. അത് നമുക്ക് വേണം.